പാലക്കാട് സാധാരണയായി കാണാൻ കഴിയുന്ന സ്ഥലങ്ങളിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ് മണ്ണാർക്കാടുള്ള സ്ഥലങ്ങൾ. പാലക്കാട് ജില്ലയിലാണെങ്കിലും വേറെ ഏതൊരു നാട്ടിലെത്തിയ പോലൊരു ഫീല് മണ്ണാർക്കാടുള്ള സ്ഥലങ്ങൾ കാണുമ്പോൾ തോന്നാറുണ്ട്. അത്രയും ഭംഗിയുള്ള വളരെ വ്യത്യസ്തമായൊരു ലാൻഡ്സ്കേപ്പ് ഉള്ളതുകൊണ്ട് കുറേ സ്ഥലങ്ങൾ മണ്ണാർക്കാടുണ്ട്. അങ്ങനെയൊരു സ്ഥലമാണ് ഇരുമ്പകച്ചോല. കാഞ്ഞിരപ്പുഴ ഡാമിൻ്റെ കാച്ച്മെൻറ്റ് ഏരിയകളിലൊന്ന്. നമ്മുടെ മലമ്പുഴയ്ക്കടുത്തുള്ള കവയെല്ലാം പോലെ അധികം അറിയപ്പെടാത്ത പാലക്കാട് ജില്ലയിലെ സ്വർഗം തന്നെയാണ് ഈ സ്ഥലം. കാഞ്ഞിരപ്പുഴ ഡാമിൻ്റെ ശരിയായ ഭംഗി നേരിട്ട് കണ്ടറിയാൻ ഇരുമ്പകച്ചോലയിലേക്ക് തന്നെ പോകണം. രാവിലെ നേരത്തെ ഇറങ്ങാൻ പ്ലാൻ ചെയ്തതായിരുന്നു, കുറച്ച് ലേറ്റായിപ്പോയി. സാധാരണ ഇതുപോലുള്ള സ്ഥലങ്ങളിലേക്ക് രാവിലെ നേരത്തെയാണ് പോവാറ്. ഇന്ന് കുറച്ച് വൈകിപ്പോയി. മെയിൻ റോഡിൽ നിന്ന് കാഞ്ഞിരപ്പുഴ ഡാമിലേക്ക് പോകുന്ന വഴിയിലേക്ക് തിരിഞ്ഞു. ഹിൽ സ്റ്റേഷൻ ഡ്രൈവിന് സമാനമാണ് കാഞ്ഞിരപ്പുഴ ഡാമിലേക്കുള്ള ഡ്രൈവും. ഈ വഴിക്ക് നേരെ പോയ കാഞ്ഞിരപ്പുഴ ഗാർഡൻസിൻ്റെ അടുത്തെത്തും. അതിൻ്റെ മുന്നിലായി ഡാമിൻ്റെ ഷട്ടറും കാണാൻ കഴിയും. വേനൽക്കാലത്ത് ഡാമിൽ വെള്ളം വളരെ കുറവായ കാരണം ഷട്ടർ തുറക്കാനുള്ള സാധ്യതയില്ല. ഷട്ടർ തുറക്കുമ്പോൾ ആ കാഴ്ച കാണാൻ പ്രത്യേക ഭംഗിയാണ്. ശരിക്കൊരു വെള്ളച്ചാട്ടം കാണുന്ന അതേ പ്രതീതിയാണ് ഡാമിൻ്റെ ഷട്ടർ തുറന്നാൽ അതിലൂടെ വെള്ളം ഒഴുകി വരുന്ന കാഴ്ച കാണുമ്പോൾ കിട്ടുന്നത്. ആ വെള്ളം നേരെ ഒഴുകി മുന്നിലുള്ള കനാലിലൂടെ പോകുന്നുണ്ട്. കൃഷിയുടെ ആവശ്യമനുസരിച്ചാണ് പാലക്കാട് ജില്ലയിലെ മിക്ക ഡാമുകളിലെയും ഷട്ടറുകൾ തുറക്കാറ്. ഷട്ടർ തുറന്ന കാഴ്ച എപ്പോഴും കാണാനും കഴിയില്ല. മണ്ണാർക്കാടുള്ള കാഞ്ഞിരപ്പുഴ ഡാമിനടുത്തായി സ്ഥിതി ചെയ്യുന്ന ഇരുമ്പകച്ചോല എന്ന സ്ഥലത്തേക്കാണ് ഞാൻ ഇന്ന് യാത്ര ചെയ്യുന്നത്. കുറച്ചു ദൂരം കൂടി മുന്നോട്ട് വന്നാൽ പാലക്കയം ഭാഗത്തു നിന്ന് ലെഫ്റ്റ് എടുത്ത് അകത്തേക്ക് വന്നാൽ ആ വഴിയാണ് കാഞ്ഞിരപ്പുഴ ഡാമിലേക്ക് പോകേണ്ടത്. പാലക്കാട് ജില്ലയിലെ സാധാരണയായി കണ്ടുവരുന്ന കാഴ്ചകളിൽ നിന്ന് വളരെ വ്യത്യസ്തമായ ലാൻഡ്സ്കേപ്പുകളാണ് മണ്ണാർക്കാട് ഭാഗത്തേക്ക് വരുമ്പോൾ കാണാൻ കഴിയുക. വഴി നേരെ ചെന്നെത്തിയത് ഇരുമ്പകച്ചോല വ്യൂ പോയിന്റിന് മുന്നിലാണ്. ഈ വഴി നേരെ കുറച്ചു ദൂരം കൂടി മുന്നോട്ട് പോവുക. പക്ഷേ ഇനി അങ്ങോട്ട് തണലില്ല. ചെറിയൊരു തണൽ കിട്ടിയപ്പോൾ ഇവിടെ കുറച്ചു നേരം അങ്ങ് നിന്നു. ചെറിയൊരു കാറ്റും വീശുന്നുണ്ട്. ചൂടിൽ നിന്ന് കുറച്ചൊരാശ്വാസം. പിന്നെ ഇവിടെ നിന്നൊരു വ്യൂ ഒരു രക്ഷയുമില്ല. മഴക്കാലത്ത് വെള്ളം കയറുന്നൊരു സ്ഥലമാണിത്. അതായത് നമ്മൾ ഈ നടക്കുന്ന വഴിയെല്ലാം വെള്ളമായിരിക്കും. വേനൽക്കാലത്ത് വെള്ളം താഴേക്ക് ഇറങ്ങുമ്പോഴാണ് ഇതുവഴി നടക്കാൻ കഴിയുക. വേനൽക്കാലത്ത് കണ്ടാസ്വദിക്കാൻ പറ്റിയൊരു സ്ഥലം തന്നെയാണിത്. കുറച്ചധികം ദൂരം വെയിലും കൊണ്ട് നടന്നു വെള്ളത്തിനടുത്തെത്താൻ. ഇനി മുന്നോട്ട് പോകുന്നില്ല. ഇതുപോലുള്ള സ്ഥലങ്ങളിൽ വെള്ളത്തിൽ നിന്ന് എപ്പോഴും സേഫ് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്നതാണ് എന്തുകൊണ്ടും നല്ലത്. എന്തെങ്കിലും അപകടം പറ്റിയാൽ രക്ഷിക്കാൻ ചുറ്റുവട്ടത്ത് വേറെ ആരുമില്ല. ഇവിടെ ഒരു ഭാഗത്തായി നിറയെ മരങ്ങളുണ്ട്. കുറേ നേരം വെയിലെല്ലാം കൊണ്ട് അവിടെ കാഴ്ചകൾ കണ്ട് നിന്നെങ്കിലും ഇനി രക്ഷയില്ല. ഇവിടെയാണെങ്കിൽ നിറയെ തണലുണ്ട്, ചെറിയൊരു കാറ്റുമുണ്ട്. അതുകൊണ്ട് ഇലകൾക്കിടയിലൂടെ ഡാമും ചുറ്റുമുള്ള മലനിരകളും കാണാൻ നന്നായിട്ടുണ്ട്. ഇന്നലെ വൈകിട്ട് മഴ പെയ്തെങ്കിലും ചൂടിന് കുറവൊന്നുമില്ല. വളരെ ശാന്തമായ ഒരു അന്തരീക്ഷമാണിവിടെ. ഞാൻ വന്ന സമയം മാത്രം ചെറുതായൊന്ന് തെറ്റിപ്പോയി. രാവിലെയാണെങ്കിൽ ഒരു 6 മണിക്കെല്ലാം ഇവിടെ വന്നാൽ 8-8:30 വരെ ഇവിടെ സുഖമായി സമയം ചെലവഴിക്കാം. ആ സമയത്ത് അധികം വെയിലില്ലാതെ ചെറിയ തണുപ്പെല്ലാമായി ഇവിടുത്തെ ഈ മനോഹരമായ കാഴ്ചകൾ നന്നായി ആസ്വദിക്കാൻ കഴിയും. അല്ലെങ്കിൽ വൈകിട്ട് 5 മണിക്ക് ശേഷം ഇങ്ങോട്ടിറങ്ങണം. സൺസെറ്റെല്ലാം കണ്ട് ഇരുട്ടാവുമ്പോഴേക്കും ഇവിടുന്ന് തിരിച്ചു പോവാം. കുറേ ചെറിയ ഐലൻഡുകളാണ് കാഞ്ഞിരപ്പുഴ ഡാമിൽ വെള്ളം കുറയുമ്പോൾ ഇവിടെ വന്നാൽ കാണാൻ കഴിയുക. അതും വേനൽക്കാലത്ത് മാത്രം കാണുന്നൊരു കാഴ്ച. ചുറ്റുമുള്ള മരങ്ങളായിരുന്നു ഏക ആശ്വാസം. ഈ ചുറ്റുവട്ടത്തായി കുറേ റിസോർട്ടുകളുമുണ്ട്. തിരക്കിൽ നിന്നെല്ലാം മാറി ശാന്തമായൊരു അന്തരീക്ഷത്തിൽ താമസിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇവിടെയുള്ള റിസോർട്ടുകളും പരിഗണിക്കാം. ഇവിടെ വരുന്നവരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് അപകടം സ്വയം വരുത്തിവെക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളിവിടെ ചെയ്യാതിരിക്കുക. പ്ലാസ്റ്റിക്കും മറ്റു വേസ്റ്റുകളും ഇവിടെ വലിച്ചെറിയാതിരിക്കുക. എന്തിനാ ഇത്രയും നല്ല ഭംഗിയുള്ള സ്ഥലത്തിനെ നശിപ്പിക്കുന്നത്? അതുപോലെ നാട്ടുകാരോട് ചോദിച്ച് അനുവാദം വാങ്ങിച്ച് മാത്രം ഇങ്ങോട്ട് കയറി വരിക. കാരണം ഈ സ്ഥലം വിസിറ്റ് ചെയ്യാൻ പറ്റിയ സമയമാണോ അല്ലയോ എന്ന് ഇവിടെയുള്ള നാട്ടുകാർക്ക് നന്നായി അറിയാം.
അവരോട് ചോദിച്ച് മാത്രം ഇങ്ങോട്ട് വരുന്നതാണ് എന്തുകൊണ്ടും നല്ലത്. ഇതുപോലുള്ള സ്ഥലങ്ങൾ സംരക്ഷിച്ചാൽ ഇനിയും കുറേ കാലം നമുക്ക് ഈ സ്ഥലങ്ങളുടെ ഭംഗിയെല്ലാം കണ്ടാസ്വദിക്കാൻ കഴിയും. ഒരുപാട് ദൂരേക്ക് പോവാൻ കഴിഞ്ഞില്ലേലും നമ്മുടെ ചുറ്റുവട്ടത്ത് തന്നെയുണ്ട് നല്ല ഭംഗിയുള്ള സ്ഥലങ്ങൾ.